ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 എക്കണോമിക്സിലെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 12 ചോദ്യങ്ങൾ. ഇതിനു മുമ്പായിട്ട് നമ്മൾ നിങ്ങൾക്ക് A+ അല്ലെങ്കിൽ A ഗ്രേഡ് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 12 ചോദ്യങ്ങളാണ്. നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 12 ചോദ്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, അപ്പം മൈക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് എന്താണ് ബഡ്ജറ്റ് ലൈൻ. അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതാനും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ വിത്ത് ഡയഗ്രാം. കൺസ്യൂമറുടെ ഒപ്റ്റിമൽ ചോയ്സ് എന്താണെന്നും അതിന്റെ ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ മൈക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. എക്സ്പ്ലെയിൻ ഇൻഡിഫറൻസ് കർവ്. എന്താണ് നിസ്സംഗത വക്രമെന്നും ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് സവിശേഷതകൾ എന്തെല്ലാമാണ്. ആൻഡ് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ഒപ്റ്റിമൽ ചോയ്സ് ഡയഗ്രാം ഉൾപ്പെടെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ മൈക്രോ എക്കണോമിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ ഫൈൻഡ് TFC, TVC, TC, AFC, SIC, SMC തുടങ്ങിയവ കണ്ടെത്താൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഒരു ടേബിൾ തന്നിട്ട് അതിൽ നിന്നും ബാക്കിയുള്ളതെല്ലാം കണ്ടെത്താൻ, അതായത് TFC, TVC ഒക്കെ കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. അപ്പം അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനിൽ ചെന്നാൽ മതി. വീഡിയോയുടെ എല്ലാ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ മൈക്രോ എക്കണോമിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. എക്സ്പ്ലെയിൻ റിട്ടേൺ ടു സ്കെയിൽ. എന്താണ് റിട്ടേൺ ടു സ്കെയിൽ എന്നും പഠിച്ചിരിക്കണം, അതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ മൈക്രോ എക്കണോമിക്സിന്റെ നാലാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ സവിശേഷത എന്തെല്ലാമാണ്. ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേം ഇൻ ദ ഷോർട്ട് റൺ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനുള്ള ഒരു സ്ഥാപനത്തിന്റെ ഷോർട്ട് റണ്ണിലുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണെന്ന് അത് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് മൈക്രോ എക്കണോമിക്സിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ചോദ്യം നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ പ്രൈസ് സീലിംഗ്. എന്താണ് പ്രൈസ് സീലിംഗ് ആൻഡ് ഫ്ലോർ പ്രൈസ്. എന്താണ് പ്രൈസ് സീലിംഗ് എന്നും എന്താണ് ഫ്ലോർ പ്രൈസ് എന്നും പഠിച്ചിരിക്കണം. ഇറ്റ്സ് എഫക്ട്സ് ആൻഡ് റെപ്രസെന്റ് ഗ്രാഫിക്കലി. ഇതിന്റെ എഫക്ട്സും പഠിക്കണം. അതുപോലെ തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും പഠിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് മാക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ. ക്വസ്റ്റ്യൻ ഇതാണ്, ആറാമത്തെ ചോദ്യം ഇതാണ്. എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ്, മെത്തേഡ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി വിത്ത് ഗ്രാഫിക്കലി. അതായത് ഒരു സിമ്പിൾ എക്കോണമിയിൽ ഇൻകത്തിന്റെ സർക്കുലർ ഫ്ലോ എങ്ങനെയാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് GDP ഡിഫ്ലേറ്റർ. എന്താണ് GDP ഡിഫ്ലേറ്റർ എന്ന് പഠിക്കണം. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ദ GDP ഡിഫ്ലേറ്റർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ആൻഡ് അനലൈസ് ഇറ്റ്. കുറച്ച് ഡേറ്റ തന്നിട്ട് അതിൽ നിന്നും GDP ഡിഫ്ലേറ്റർ കണ്ടെത്തുക. അതുപോലെ തന്നെ അത് വിലയിരുത്താനും പഠിച്ചിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. നയൻത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മണി ആൻഡ് സെൻട്രൽ ബാങ്ക്. അതായത് പണത്തിന്റെ ഫംഗ്ഷൻ, ധർമ്മം എന്താണ്, പണത്തിന്റെ ഫീച്ചേഴ്സ് സവിശേഷത എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്കിന്റെ ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 10th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഡിമാൻഡ് ഫോർ മണി ആൻഡ് ടൂൾസ് യൂസ്ഡ് ഫോർ മണി സപ്ലൈ. അപ്പോൾ എന്താണ് പണത്തിന്റെ ചോദനം എന്നും ഡിമാൻഡ് എന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ടൂൾസ് യൂസ്ഡ് ഫോർ മണി സപ്ലൈ, മണി സപ്ലൈയിൽ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തെല്ലാമാണെന്നും പഠിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. 11th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഗവൺമെന്റ് ബഡ്ജറ്റ് കമ്പോണൻസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. എന്താണ് ഗവൺമെന്റ് ബഡ്ജറ്റ്, ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ കമ്പോണൻസ് എന്തെല്ലാമാണ്, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ BOP ആൻഡ് BOT. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, അതുപോലെ എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്നും അവയുടെ കമ്പോണൻസും ഡിഫറൻസ് വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്.